ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്കിൻ്റെ ഫ്രൂട്ട് മിക്സാണ്. അതിനുവേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ്, ചെറി, ആപ്രിക്കോട്ട്, ടൂട്ടി ഫ്രൂട്ടി, 2 കളറുണ്ട്, റെഡും ഗ്രീനും, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്, ജിഞ്ചർ ക്യാൻഡി, പിന്നെ റൈസിൻ മഞ്ഞയാണ്, പിന്നെ ബ്ലാക്ക് റൈസിൻ, ബദാം, മസാല, നട്ട്സ്, പിന്നെ ജാം. ഇവിടെ പൈനാപ്പിൾ ജാമും ഓറഞ്ച് മർമലേഡും ഫ്രൂട്ട് ജാമും ഹണിയും എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇതിന് അത്യാവശ്യം വേണ്ടുന്ന ചേരുവകൾ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ ക്യാരമൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. ഞാൻ അതിന് വേണ്ടി ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് പഞ്ചസാരയും ഇട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ക്യാരമലാക്കാൻ വെക്കണം. നല്ല ക്യാരമലായി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു കളറാകുമ്പോൾ, ഒരു ബ്രൗൺ കളറാകുമ്പോൾ 1 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഈ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ടിയാകുമെങ്കിലും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ലൂസാക്കാം. അത് ലൂസായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട്. ഡേറ്റ്സ് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കുക. ഡേറ്റ്സ് അതിൻ്റെ സീഡെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അത് ആദ്യമേ അതിലങ്ങ് നമ്മളിതിൻ്റെ കൂട്ടത്തിലിട്ടാൽ ഇത് പെട്ടെന്ന് അതുമായിട്ട് അങ്ങ് വെന്ത് ചേർന്നങ്ങ് പോവും. അപ്പോൾ അത് ഡേറ്റ്സൊക്കെ കടിക്കാൻ കിട്ടണമെങ്കിൽ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഡേറ്റ്സ് ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അല്ലാതെ നമ്മൾ എടുത്തു വെച്ച കൂട്ടത്തിൽ നട്ട്സും ബദാമും ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഈ ഫ്രൂട്ട്സ് മിക്സിൽ ചേർക്കാറില്ല, കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കുക. എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. അതിനുശേഷം ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതും ജിഞ്ചർ ക്യാൻഡിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. തീ കുറച്ച് വെച്ചിരിക്കണം. അടിക്ക് പിടിക്കാൻ സാധ്യതയായതുകൊണ്ട് തീ കുറച്ച് വയ്ക്കണം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നട്ട്സും ബദാമും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമേ ചേർക്കുകയുള്ളൂ. 2 ടേബിൾ സ്പൂൺ മസാല, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ. മസാല എന്ന് പറയുമ്പോൾ നട്ട്മഗ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത്രയുമാണ് നമ്മൾ പൊടിച്ചതിൽ ചേർക്കുന്നത്. ഇനി അവസാനം ചേർക്കാനുള്ളതാണ് ജാം. മിക്സഡ് ഫ്രൂട്ട് ജാമും പൈനാപ്പിൾ ജാമും ഓറഞ്ച് മർമലേഡും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇളക്കുക. നന്നായി യോജിച്ച ശേഷം 1/2 കപ്പ് ഹണിയും കൂടെ ചേർത്ത് ഇളക്കുക. ഹണി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റൗ ഓഫ് ചെയ്തിരിക്കണം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വിളയിച്ച് വെച്ചത് 1 വർഷം വരെ കേടുകൂടാതിരിക്കും. ഞാനങ്ങനെ വെച്ചിരുന്ന് എടുക്കുന്നതാണ്. യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. തണുത്ത ശേഷം ചില്ലുകുപ്പിയിലോ നല്ല ടൈറ്റുള്ള കണ്ടെയ്നറിലോ അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. 1 വർഷം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. നല്ല തണുത്തതിന് ശേഷമായിരിക്കണം നമ്മളത് അടച്ച് വയ്ക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക് യു.